കേരളത്തിലെ ഒരു പുതിയ മോഡൽ ഫോൺ ഇറങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ കുന്നംകുളത്ത് ഫോൺ ഗാലറിയിൽ അതുണ്ടായിരിക്കും. അപ്പോൾ ഇതാ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡൽ ഫോൺ ഏതാണെന്ന് നമുക്ക് ബെമിനോട് ചോദിക്കാം. ബെമി, ഇപ്പോൾ വന്നിട്ടുള്ളതിൽ ഏറ്റവും പുതിയ മോഡൽ ഫോൺ ഏതാണ്? റിയൽമിയുടെ 14 Pro Plus എന്ന മോഡലാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിനെ പറ്റി തന്നെ എന്ന് പറയാം അല്ലേ? ഇതിനെങ്ങനെയാ ഇറങ്ങിയേ ഉള്ളൂ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 5-6 ഫോൺ സെയിലായി. ഞാൻ അവരും കൂടെ ഓൾറെഡി അവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല ഡിസൈനൊക്കെ ഇടുന്ന ഫോണാണിത്. ഇതിപ്പോൾ ഇറങ്ങുമ്പോഴേക്കും നമ്മളിങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഫോൺ എന്ന് പറയാമല്ലോ. അതുകൊണ്ട് തന്നെയാണ് അത്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഡിമാൻഡാണ്. വന്ന ഫോണെല്ലാം പോയിട്ടുണ്ട്. ലാസ്റ്റ് പീസാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? പറഞ്ഞതുപോലെ നാളെ വീണ്ടും സ്റ്റോക്ക് വരും. പറഞ്ഞതുപോലെ നല്ലൊരു ഡിസൈനാണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് അല്ലേ? ഈ ഒരു മോഡലിന് മറ്റ് ഫോണിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എടുത്ത് പറയാവുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ വരുന്നത്. പിന്നെ അതുപോലെ വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഫോൺ. അതുപോലെ തന്നെ 6000 mAh ബാറ്ററി ഇതിൻ്റെ 80 വാട്ടിന്റെ വൂക്ക് ചാർജിങ് വരുന്നത്. 40 മിനിറ്റ് കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ആവും. അതുപോലെ കർവ് ഡിസ്പ്ലേ ആവുക. പിന്നെ 120x വരെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും ക്യാമറയിൽ. ക്യാമറയാണ് അതിന്റെ മെയിൻ ഫീച്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേരെ ഈ ഫോണിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു ചാർജിങ്ങിന്റെ കാര്യമാണെങ്കിലും ബാറ്ററിയുടെ കാര്യമൊക്കെ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബാറ്ററി 45 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫോൺ കാണുമ്പോൾ തന്നെ നല്ല അട്രാക്ഷൻ ഉണ്ട് അല്ലേ? അതൊരു ഡിസൈൻ നല്ലതാണ്. ഈ ഒരു ക്യാമറയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ സോണിയുടെ ക്യാമറ, സോണി ലെൻസ്, അതുപോലെ ടെലിസ്കോപ്പ് ലെൻസ് ഉണ്ട്. കാരണം സൂം ചെയ്യാൻ പറ്റും 120x വരെ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫോണിന് ഇത്രയും ഡിമാൻഡ് ആവാനുള്ള കാരണങ്ങൾ അല്ലേ? അതുപോലെ നമ്മൾ സ്നാപ്ഡ്രാഗണാണ് ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ എല്ലാവരും നോക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണിന് ഇത്രയും ഡിമാൻഡ് ഉള്ളത്. ഏറ്റവും പുതിയ മോഡലാണ്. വന്നപ്പോൾ തന്നെ നമ്മുടെ വന്ന പീസൊക്കെ തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് പീസിന് ഇതാ അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ കാണിക്കാൻ വേണ്ടി വെച്ചു എന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ളതാണ്. പക്ഷെ പേടിക്കേണ്ട, നാളെ മുതൽ വീണ്ടും പുതിയ സ്റ്റോക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വന്നോളൂ. നമ്മുടെ ഫോൺ ഗാലറി കുന്നംകുളത്തെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ഫോൺ വേഗം തന്നെ വാങ്ങിക്കൊണ്ട് പോവാ അല്ലേ? ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ വേരിയൻസ് ഏതൊക്കെ? എത്രയും 14 Proയും 14 Pro Plus. 14 Proയിൽ 8GB 128ഉം 8GB 256 വരിക. അതുപോലെ 14 Pro Plusൽ 8GB 128, 8GB 256, 12GB 256. റേറ്റ് ഒക്കെ വരികയാണെങ്കിൽ 14 Proന് സ്റ്റാർട്ടിങ് 25 വരിക. നല്ല ക്രെഡിറ്റ് കാർഡിന് നമുക്ക് 2000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ടാവും. ഷോപ്പിലൊക്കെ ഓഫർ വരുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? ഓക്കെ. റിയൽമി 14 Pro Plus ലോഞ്ചിൻ്റെ തന്നെ ലാസ്റ്റ് പീസ് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഇവരാണ് കേട്ടോ. ഇവരാണ് ഈ ഒരു ഇന്നത്തെ ഇവിടെ ഇപ്പോൾ ഉള്ള ഏറ്റവും അവസാനത്തെ ഒരു പീസ് വാങ്ങുന്നവരാണ്. ഹലോ, ഹിന്ദിക്കാരാണ്, മലയാളം അറിയാം എന്നുള്ളത് കൊണ്ട് നമുക്ക് മലയാളത്തിൽ ചോദിക്കാം. ഫോണ് ഇഷ്ടമായോ? ഇഷ്ടമായി ഫോൺ. എന്താ ഈ ഒരു ഫോൺ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം? ഇതിൻ്റെ ക്യാമറ നല്ലതിൻ്റെ ക്വാളിറ്റി ക്യാമറ, പ്രൊസസ്സർ 7th Generation 3 ഒക്കെ നല്ലതിൻ്റെ ഭയങ്കര ഇഷ്ടമായ ഫോൺ. ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമാണോ? ഫോട്ടോഗ്രാഫി ഫ്ലാഗ്സ് 3ൻ്റെ ഇത് 3 നമ്മളെ ഇഷ്ടത്തിൽ കളർ സെലക്ട് ചെയ്യാൻ പറ്റിയൊന്നായിട്ടില്ലേ? അധികം ഭയങ്കര ഇഷ്ടമായി ഫോണ്. ഏറ്റവും പുതിയ ഫോൺ തന്നെയാണ് വാങ്ങണത് അല്ലേ? അപ്പോൾ ഇതിൽ 3 ഫ്ലാഗ്സ് ഇതിൽ സെറ്റിങ് ചെയ്യാൻ പറ്റിയോ നമ്മൾ കളറിനെ പറ്റി. അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ ക്യാമറ മെയിൻ അത് നോക്കിയിട്ടാണ് ഈ ഒരു ഫോൺ സെലക്ട് ചെയ്തത് അല്ലേ? ഇന്നത്തെ ഇവിടെ ഉള്ള ലാസ്റ്റ് ഒരു പീസാണ്, അതാണ് വാങ്ങുന്നത് അല്ലേ? പേരെന്താ? രാജ. സ്ഥലം എവിടെയാ? കിഴൂര്. എന്താ ഇവിടേക്ക് വരാൻ കാരണം? നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ വരാനുള്ള കാരണം എന്താ? ഈ സപ്നെ നമ്മൾ 10 കൊല്ലമായിട്ട് വരേണ്ട സാധനങ്ങൾ മേടിക്കുക, ഫോൺ മേടിക്കുക. 2-3 ഫോൺ മേടിച്ചിട്ടുണ്ട് ഇവണ്ണെ. ആണോ? അത് കാരണം ഈ കട
നല്ല ഫോൺ നല്ല പരിചയമുള്ള കടയാണ്. 10 വർഷത്തോളം ഉള്ള ഒരു പരിചയം ഉണ്ടല്ലേ? പഠിച്ചിട്ടുണ്ട് ഈ കട. അപ്പൊ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഇവരൊക്കെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാ ചേട്ടന്മാരും നല്ലതാ, സൂപ്പർ. അതുകൊണ്ടാണല്ലേ നമ്മൾ പിന്നെയും പിന്നെയും വരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് അവിടെ അത്രയും കംഫർട്ട് ആണ് എന്നുള്ളത് കൊണ്ടാണല്ലോ അല്ലേ വരുന്നത്. ഈ ഫോൺ കൊണ്ട് പഠിച്ചിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ പിടിച്ചിട്ടുണ്ട്, നാണേ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സും ഫാമിലി എല്ലാരും അപ്പൊ ഫോൺ മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടാ നേരെ പോരാറല്ലേ? ഇവിടെ വരെയാ. പിന്നെ പറയുന്നു നേരത്തെ രാവിലെ വിളിച്ച് ചോദിച്ച് ഈ ഒരു ഫോൺ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടാ വന്നതല്ലേ? വിളിച്ചിട്ടുണ്ടായിരുന്നു കാലത്തേനാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. 10 വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ അപ്പം നമുക്ക് ഊഹിക്കാലോ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത്രയും നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളെപ്പോൾ ഫോൺ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇങ്ങോട്ട് നേരെ പോരുകയാണല്ലേ. ഇവിടെ കിഴൂരാണ് താമസിക്കുന്നത് അല്ലേ? ഫാമിലി ഒക്കെ ഉണ്ടോ ഇവിടെ? ശരിക്കും നാട് എവിടെയാ? ഒഡീസ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? ഇവിടെ 13 കൊല്ലമായി. ആണോ? തൃശ്ശൂർ തന്നെയാണോ 13 കൊല്ലം? തൃശ്ശൂർ 13 കൊല്ലം. എങ്ങനെയുണ്ട് കേരളം? കേരളം ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? അപ്പൊ നാട്ടിലൊക്കെ എപ്പോഴാ പോവാ? ഏത് ടൈമിലൊക്കെ പോവും? നമ്മൾ ഓഗസ്റ്റിൽ പോവാ. ഇവിടെയൊക്കെ പണി കഴിഞ്ഞിട്ട് പോവാ. 1 മാസം കഴിഞ്ഞിട്ട് വരിക. ലീവ് എടുത്തിട്ട് 1 മാസത്തേക്ക് പോവാ അല്ലേ? 1 മാസം പോവാ. ഫാമിലി ഇവിടെ ഉണ്ടോ അതോ? ഇല്ല, ഇവിടെ ബോധറുണ്ട്. ഞാൻ ചേട്ടൻ ഫാമിലി അവിടെ നാട്ടില്. ഓക്കെ. ഓക്കെ.